കൊല്ലത്ത് ഉത്സവത്തിനിടെ യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്തു. തട്ടാർക്കോണം സ്വദേശി ശരത് കുമാറാണ് ചികിത്സയിലുള്ളത്. കരുനെല്ലൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ കഴിഞ്ഞ 16-നാണ് സംഭവം. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഒപ്പം ദിലീപ് ദേവസ്യയുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. ദിലീപ് ദേവസ്യ, എന്താണ് കരുനെല്ലൂർ ക്ഷേത്രത്തിൽ സംഭവിച്ചത്? 16-ാം തീയതി നടന്ന സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴാണോ പുറത്തുവരുന്നത്? സുജിയ, 16-ാം തീയതിയായിരുന്നു സംഭവം നടന്നത്. ഇതിന് തെളിവുകൾ ഒന്നും തന്നെ ഇല്ല എന്നായിരുന്നു. ഈ കുട്ടിയുടെ ചികിത്സയിൽ ഇത്രയും ദിവസം ചികിത്സയിലായിരുന്നു. കുട്ടി ഇപ്പോഴും ചികിത്സയിൽ തന്നെ തുടരുന്നത്. പക്ഷേ ഈ കുട്ടിയെ അടിച്ചതിന് യാതൊരുവിധ തെളിവുകളും ഇല്ലാതിരുന്ന രക്ഷിതാക്കൾക്ക് ഇന്നലെയാണ് ഈ ദൃശ്യങ്ങൾ ലഭിച്ചത്. ഉത്സവം കാണാനെത്തിയ മറ്റൊരു യുവാവാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയതും അത് ഇന്നലെ മുതൽ ഈ നാട്ടിൽ പ്രചരിക്കുകയും ചെയ്തു. തുടർന്ന് ഈ കുട്ടിയുടെ പിതാവ്, ശരത്തിന് പരിക്കേറ്റ ശരത്തിൻ്റെ പിതാവാണ് ഈ ദൃശ്യങ്ങൾ സഹിതം കിളികൊല്ലൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാകാം ഈ കുട്ടിയെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്. അതായത് അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഈ ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ പോയ ആളായിരുന്നു. ആള് മാറിയാണ് ഉപദ്രവിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കുട്ടിയുടെ തലയോട്ടിക്ക് പൊട്ടലേറ്റ് സംഘം ചേർന്ന്, അതായത് ഏകദേശം ഒരു 5 ആൾക്കാരോളം വട്ടം ചേർന്ന് പട്ടിക കൊണ്ട് തലക്കടി. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായി മനസ്സിലാകാം ആള് കൂടി ആ പട്ടിക കൊണ്ട് അടിക്കുന്നത്. തലയോട്ടി പൊട്ടലുണ്ട്. പൊട്ടൽ അതോടുകൂടി തന്നെയാണ് കുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ. പോലീസ് വരും ദിവസങ്ങളിൽ മൊഴിയെടുക്കുക, അതായത് കുട്ടിയുടെ ചികിത്സയിലാണ്. കുട്ടിക്ക് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ കുട്ടിയുടെ മൊഴിയെടുക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചത്. എന്തായാലും വലിയൊരു മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ കുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകിയ. പോലീസ് കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രതികളായി ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു കറുപ്പ് ഷർട്ടിട്ട ആള് മറ്റു കേസുകളിലും പ്രതിയാണെന്നാണ് യുവാവിന്റെ തല അടിച്ചു തകർത്ത ഒരു സംഭവമാണ് ഉണ്ടായതെങ്കിൽ അതിന്റെ ഗൗരവം വളരെ കൂടുതലാണ്. ദിലീപ്, തട്ടാർക്കോണ സ്വദേശി ശരത്താണ് ഇപ്പോൾ ചികിത്സയിൽ ഉള്ളത്. കരുനെല്ലൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ കഴിഞ്ഞ 16-ാം തീയതിയാണ് ആക്രമണം ഉണ്ടായത്. ഒരു യുവാവിന്റെ തല തല്ലി പൊട്ടിച്ചു, തലയോട്ടി അടിച്ചു തകർത്തു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഗൗരവം, വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അവിടെ ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ദിലീപ്, തുടരാം. സുജിയ, ദൃശ്യങ്ങൾ അങ്ങനെയാണ്. ഇന്നലെ രാവിലെ മുതൽ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ഉച്ചയോടുകൂടി തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പോലീസ് കുട്ടിയുടെ പിതാവിന് ലഭിക്കുന്നത്. പിതാവ് ആശുപത്രിയിലായിരുന്നു, കുട്ടിയെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലായിരുന്നു. ശേഷമാണ് ഈ ദൃശ്യങ്ങൾ ലഭിക്കുന്നത്. ദൃശ്യങ്ങൾ സഹിതം കുട്ടിയുടെ ബന്ധുക്കളും പിതാവ് അടക്കം കിളികൊല്ലൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇതിൽ ദൃശ്യങ്ങളിൽ കണ്ട ഒരു കറുപ്പ് ഷർട്ടിട്ട ആൾ പട്ടിക കൊണ്ട് കുട്ടിയുടെ തലയ്ക്ക് അടിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഈ ആൾ മുമ്പും മറ്റു കേസുകളിലും പ്രതിയാണെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ ഇപ്പോൾ തുടരുകയാണ്. 16-ാം തീയതിയായിരുന്നു ഈ ഉത്സവത്തിനിടെ, പേരൂർ ഉത്സവത്തിനിടെ സംഘർഷമുണ്ടാകുന്നത്. ഈ സംഘർഷത്തിന് ആ സമയത്ത് ഒരു തെളിവുകളും ഉണ്ടായിരുന്നില്ല. വെറും സംഘടന മാത്രമേ. ഈ കുട്ടി പരിക്കേറ്റ് കിടക്കുന്നുണ്ട്. കുട്ടിക്ക് ആളെ തിരിച്ചറിയാനും സാധിച്ചിരുന്നില്ല. പിന്നീടാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരികയും ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസ് കൊടുക്കുകയും ഇപ്പോൾ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. സുജിയ, ശരി ദിലീപ് ദേവസ്യ, ദൃശ്യങ്ങൾ നമുക്കും വൈകാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. തട്ടാർക്കോണ സ്വദേശി ശരത് കുമാറാണ് തലക്കടിയേറ്റ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്.